കർത്താവിൻ്റെ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ജോയ്സ് ടി വി എന്ന ടെസ്റ്റിമണി ചാനലിലൂടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ. ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും വ്യതിയാനവും ഒക്കെ വരുത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് സഹായമായി തീരട്ടെ. ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ സാജൻ ഫ്രം കട്ടപ്പന. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്തദാസൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് ദൈവസ്ഥനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്വർഗപിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. നല്ല വൈകിവേളയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്തൃഭൃത്തിനെ ഞങ്ങൾക്ക് ലഭിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരിലൂടെ കേൾക്കുന്ന അതേ വാക്കുകൾ കഴിവുകാരാകുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹപ്രദമാക്കി ദൈവം അവിടുന്ന് തീർക്കണമേ. ശ്രേഷ്ഠത്തെ എല്ലാം ദൈവകരങ്ങൾ വയ്ക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തെ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ കർത്തദാസൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ അവസാനം വരെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ജോയ്സ് ടി വിയിലെ ബഹുമാനപ്പെട്ട പാസ്റ്ററിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ശുശ്രൂഷയിൽ ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മളെ ഓരോ സാക്ഷ്യങ്ങളും ഉളവാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ജേക്കബ് ജെയിംസ് എന്നാണ് ഒഫീഷ്യൽ നെയിം. വിളിക്കുന്ന സാജൻ എന്നാണ്. ഞാൻ CSAയിലെ ഒരു ഉപദേശി അല്ലെങ്കിൽ ഒരു മിഷണറി ആയതുകൊണ്ട് അവിടെ എല്ലാം ഉപദേശിമാരെ സാർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പൊതുവെ എല്ലാവരും എന്നെ വിളിക്കുന്നത് സാജൻ സാർ എന്നാണ് പ്രൈസ് ദി ലോർഡ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഏറെക്കൂടെ അറിയപ്പെടുന്ന സാജൻ സാർ എന്നാണ് അറിയപ്പെടുന്നത്. ആ പഴയ പേരുകൾ ഇപ്പോഴും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ, ഞാൻ CSAയിലായിരുന്നപ്പോൾ വർക്ക് ചെയ്ത ഏരിയകൾ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്റ്റർ എന്നുള്ളതിനേക്കാൾ ഉപരി ജേക്കബ് ജെയിംസ് എന്നുള്ള പേര് പലർക്കും അറിഞ്ഞുകൂടാ, സാജൻ സാർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അത് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പം എൻ്റെ നാട് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള മങ്കൊമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. മങ്കൊമ്പ് എന്ന് പറയുന്നത് അവിടെ എൻ്റെ വല്യപ്പൻ ഹിന്ദു ആയിരുന്നു. അതായത് 18 വയസ്സോളം അവരുടെ പാരമ്പര്യമായിട്ട് ട്രൈബ്സിൽപ്പെട്ട മലയാളി വിഭാഗത്തിൽപ്പെട്ട ഒരു ഫാമിലി ആയിരുന്നു. അവർ 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നു. അത് 5 ആണുങ്ങളും 2 സ്ത്രീകളും പെണ്ണുങ്ങളും ആയിരുന്നു. അതിലെ ഏറ്റവും ഇളയ മോനായിരുന്നു എൻ്റെ വല്യപ്പൻ. അദ്ദേഹം 18-ാമത്തെ വയസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനെ CSAയിലെ MS ജോൺ എന്ന് പറയുന്ന ഒരച്ഛൻ മുഖാന്തരം സുവിശേഷം കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ ജീവനുള്ള ദൈവം യേശു കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചു. സ്വന്തം വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരാൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. പിന്നെ 1 വർഷക്കാലത്തോളം ആ അച്ഛന്റെ സംരക്ഷണയിലും പള്ളികളിലും കടത്തണ്ണകളിലൊക്കെ ആയിട്ട് കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിച്ച് ഈ അച്ഛൻ തന്നെ ഒരു വിവാഹമൊക്കെ അവിടെ ക്രമീകരിച്ചു കൊടുത്ത് മങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസം ആരംഭിച്ചു. അതിൽ നിന്ന് ജനിച്ച ഒരു മോനെ ഉണ്ടായുള്ള ആ മോനിലെ 4 മക്കളാണ്. 4 മക്കളിൽ 2ാമത്തെ ആളാണ് ഞാന്. മൂത്തയാള് ജെയ്സൺ എന്നാണ് പേര്. അദ്ദേഹം CSAയിലെ പാസ്റ്ററായിരുന്നു, ഉപദേശിയായിരുന്നു. അദ്ദേഹം ഒരു 3 വർഷം മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനിടയായി തീർന്നു. എന്റെ ഇളയതൊരു പെങ്ങളാണ്. മൂലമറ്റത്ത് അടുത്തുള്ള പതുപ്പള്ളി എന്ന സ്ഥലത്ത് സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ അനിയനാണുള്ളത്. അനിയൻ തൊടുപുഴയിലെ വിസ്മയില് മാനേജറായിട്ട് ഇരിക്കുന്നു. എല്ലാവരും വിഭാഗത്തിലാണ്, ഞാൻ വിഭാഗത്തിനാണ്. എന്റെ വൈഫിന്റെ പേര് റോസമ്മേനാണ്. കൂട്ടാറാണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് വൈഫിന്റെ വീടിനടുത്താണ്. ഞങ്ങൾക്ക് ചർച്ചും സ്ഥലമൊക്കെ ഉള്ളത്. ഇവിടാണ് ഞങ്ങൾ താമസിക്കുന്നത്. മൂത്ത മോൻ ആൽഫി, അവൻ ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ മിനിസ്ട്രി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തൊഴിലായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുന്നു. ഇളയ മോന് ഗോഡ് പി എന്നാണ് പേര്. അദ്ദേഹം JPM കോളേജില്, കട്ടപ്പനയ്ക്കടുത്തുള്ള JPM കോളേജില് അവന് ടൂറിസം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു.
ഇതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. പ്രൈസുള്ള അപ്പോ 4 വയസ്സുള്ളപ്പം ഈ മങ്കൊമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും മൂലമറ്റത്തണ്ടത്ത് എലപ്പള്ളി എന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറി, അവിടുത്തെ വിറ്റിട്ട് കൂടെ സ്ഥലം വാങ്ങിക്കുവാനിടയിൽ തന്നു. അപ്പോൾ പാരമ്പര്യം അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും തന്നെ ഞാനും ജ്യേഷ്ഠനും മാത്രമേ മങ്കൊമ്പിൽ ജനിച്ചുള്ളൂ. ബാക്കി എൻ്റെ പെങ്ങളും അനിയും ജനിച്ച് വന്നത് അതായത് ഇലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെറുപ്പം മുതലേ ഞങ്ങൾ സൺഡേ സ്കൂളിലും അതോടൊപ്പം തന്നെ CSI സഭയായിട്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ പപ്പ CSIയിൽ പ്രസംഗിക്കുകയും പപ്പയും അമ്മയും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരായതുകൊണ്ട് ചെറുപ്പം മുതലേ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. ആത്മീയമായിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വലിയ ഞെരുക്കങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ വരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം രാവിലേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ പാട്ട് പാടുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ അന്ന് എഴുന്നേറ്റ് കൊണ്ടിരുന്നത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാവിലെ വിളിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1986 അതുവരെ ഉള്ള കാലഘട്ടത്തിൽ 86 ഇന്ത്യ ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് ഒരു മീറ്റിംഗ് അവിടെ നടത്താനിടയായിരുന്നു. അപ്പോൾ മീറ്റിംഗ് നടത്തിയപ്പോൾ ക്യാമ്പാണ്, 3 ദിവസത്തെ ക്യാമ്പ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്, സുവിശേഷം എങ്ങനെ അറിയിക്കാം, എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്, രക്ഷയെക്കുറിച്ചുള്ള ഒരു ദൈവവചനം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ ക്യാമ്പിൽ വെച്ചാണ് കേൾക്കുന്നത്. അല്ലാതെ ചർച്ചിൽ പോകുമ്പോൾ പ്രസംഗം കേൾക്കുന്നുണ്ട്, സൺഡേ സ്കൂൾ പഠിക്കുന്നുണ്ട്, വാക്യം പഠിക്കുന്നു, എല്ലാം ഉണ്ട്, ക്ലാസ്സിലെല്ലാം ബെസ്റ്റ് ആണ്, അങ്ങനെ ഇരിക്കും. പക്ഷെ അന്ന് ഒരു 4 laws, അത് 4 ആത്മീക നിയമങ്ങൾ അവിടെ കല്ലേലൂയ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോരുത്തരെ രണ്ടുപേരെ മാറ്റി നിർത്തി ഇങ്ങനെ ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ചേച്ചി എന്നോട് ഈ 4 laws ഷെയർ ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ മനസ്സിൽ യഥാർത്ഥമായി രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യകത എന്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്. അവിടെ സുവിശേഷം ഞാൻ യഥാർത്ഥത്തിൽ കേട്ടപ്പെടാം. അപ്പോൾ യേശുവിനെ എൻ്റെ ഹൃദയത്തോട് സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ്. അതിനു മുമ്പ് എൻ്റെ വിചാരം എൻ്റെ പപ്പയും അമ്മയും ക്രിസ്ത്യാനിയാണ്, CSIയിലാണ്, സന്ദർശിച്ചു പഠിപ്പിക്കുക, മതപര എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശു വരേണ്ടത് ആവശ്യകത എന്തെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളില് പറഞ്ഞു, പാപങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി ഒരു കൺഫസ് ചെയ്യാൻ വേണ്ടി ഒരു സമയമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പാപബോധമുള്ളവായി അന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവായിട്ട് ഞാൻ സ്വീകരിക്കാൻ വേണ്ടി എത്തുന്നു. എൻ്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു നിമിഷമാണെന്ന് ഞാൻ ഇന്നിപ്പോ ചിന്തിക്കുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അന്നേരം മുതൽ എൻ്റെ ലൈഫിൽ ചെറിയ മാറ്റം, വലിയ മാറ്റം പറയാൻ ഒക്കത്തില്ല, എന്നാൽ ചെറിയ മാറ്റം. ഒന്ന്, എനിക്ക് ദൈവവചനം വായിക്കണമെന്ന് വലിയൊരു ആഗ്രഹമെന്ന് തോന്നി. രണ്ടാമത് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി. അത് എന്നെ കൂടുതൽ അമ്മയോട്ട് അടുപ്പിക്കുകയും പല ഉപദേശങ്ങളും പ്രാർത്ഥനകളും എനിക്ക് തരുവാനാണ്. തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 89 എൻ്റെ വിദ്യാഭ്യാസത്തോടനുബന്ധിച്ച് ഇലപ്പള്ളി വന്ന സ്ഥലത്തിനടുത്തുള്ള അമ്മാവിന്റെ വീട് ഉണ്ട്, കൂപ്പള്ളി എന്നുള്ള സ്ഥലം. അവിടേക്ക് ഞാൻ 9ാം ക്ലാസ്സിൽ പോയി ചെയ്യുവാനിടയെത്തും. അപ്പൊ പഠനത്തോടെ, കാരണം ഞാൻ മൂലമറ്റത്തൊന്ന് പഠിക്കണമെങ്കിൽ 5 കിലോമീറ്റർ നടന്നു വേണമായിരുന്നു ഈ 8ലും 9ലും 10ലും പഠിക്കാൻ. അതുകൊണ്ട് കുറെ കൂടെ പഠന സൗകര്യമായിട്ട് അമ്മാവിന്റെ വീട്ടിൽ പോയി പഠിക്കാൻ അവിടെ നിന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് എപ്പോഴും ഓർക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സഹായിച്ച മറ്റൊരു എൻ്റെ അമ്മായി ഇപ്പോൾ ജീവനോടില്ല, 1 വർഷം മുമ്പ് മരിക്കുവാനിടയായി തീർന്നു. ഓർക്കുന്നു അവിടെ ചെന്നപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോൾ എന്നെ തട്ടി എഴുന്നേൽക്കും. എൻ്റെ അമ്മയെപ്പോൾ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് മോനെ ഒരു ബൈബിൾ വായിക്കുക, എൻ്റെ കടുങ്കാപ്പി കൊണ്ട് തലക്ക് വെച്ചിരുന്നു എന്തിന് പഠിക്കാൻ പറയും. അപ്പോൾ അതൊരു നല്ല ശീലത്തിലോട്ട് എന്നെ കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനായിട്ട് തുടങ്ങി. വായിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ക്ലാസ്സിലൊക്കെ ബെസ്റ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോയി. അപ്പോൾ ആ സമയത്ത് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ തലേ ദിവസം ഞങ്ങൾക്കൊരു മോറൽ ക്ലാസ് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ തരുന്നു. അവിടുത്തെ സീസൽ അച്ഛനായിരുന്നു, ജോസഫത്തിന്റെ വൈഫ് പറഞ്ഞു, നിങ്ങളുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ ഈ ടേണിംഗ് പോയിന്റ് ആണ്, നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ എന്താണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്. തലേദിവസം പ്രാർത്ഥിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ഇന്ന് തുടർച്ചയായിട്ട് വായിക്കുന്ന വേദഭാഗം മത്തായിയുടെ സുവിശേഷം 6ാം അധ്യായമാണ് വായിച്ചു വന്നപ്പോൾ അതിന്റെ 33ാമത്തെ വാക്യം എൻ്റെ ഹൃദയത്തിനൊപ്പം ഉടക്കുവാനിടയായിരുന്നു. അതിങ്ങനെയായിരുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും, അതോടുകൂടി ഇതൊക്കെ നിനക്ക് ലഭിക്കും. അപ്പൊ അതെന്റെ ഹൃദയത്തോണ്ട് എനിക്ക് അവന്റെ രാജ്യം നീതി എന്തെന്ന് അറിയണം. ആ രാജ്യത്തെ കൂടുതൽ കാര്യം തിയോളജിക്കലായിട്ട് ഇരിക്കൊന്നും അറിയത്തില്ല, പക്ഷെ ഒറ്റൊരു കാര്യം, യേശുവിനെ കുറിച്ച് സാക്ഷി പറയണം, വേറൊന്നുമില്ല. യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ പറയണം. അപ്പൊ അതിന് വലിയൊരു ട്രെയിനിങ് ക്യാമ്പസ് കോഴ്സുകൾ ഓൾറെഡി അവിടെ നൽകുന്നുണ്ട്. അപ്പോ അവിടെ വെച്ച് തീരുമാനിച്ചു
കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അത് സഭയിലെ ഒരു ഉപദേശിയായിട്ടോ അച്ഛനായിട്ടോ ശുശ്രൂഷകനായിട്ടോ പാസ്റ്റർ അങ്ങനൊന്നുമില്ല എന്റെ മനസ്സിലില്ല. പ്രത്യേകിച്ച് ഒരിക്കലും ഒരു അച്ഛൻ കുപ്പായിട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നൊന്നുമില്ല. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയണമെന്ന് ഒറ്റ ആഗ്രഹം എന്റെ ഹൃദയത്തിനകത്തുണ്ട്. ഡിസ്റ്റൻഷൻ കഴിഞ്ഞു. 10ാം ക്ലാസ്സിലെ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ ഞാൻ വന്ന് എന്റെ പപ്പയുടെ അമ്മ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോകണം, എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം എന്ന് എന്റെ പപ്പയുടെ അമ്മ പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പപ്പയ്ക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. പപ്പ എന്നോട് പറഞ്ഞു, ഒരു കൊള്ളാം, നമുക്ക് കുഴപ്പം, നിങ്ങൾക്ക് സീസൺ നമുക്ക് പരിചയമുണ്ടല്ലോ, നീ പൊക്കോ. എന്റെ അമ്മ എന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ 4 മക്കളും കർത്താവിന്റെ വേല ചെയ്യുന്ന എനിക്ക് ആഗ്രഹം പറ്റില്ല അമ്മയാണ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും ഒരു കാര്യം ഓർക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ നോക്കുക വേണ്ട, ലോകത്തിന്റെ അറ്റത്തോളം പോയി ഞങ്ങളെ നോക്കുക വേണ്ട, കർത്താവിന്റെ വേലയ്ക്ക് പോയിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വർഗരാജ്യത്തിൽ വരുമ്പോൾ നിങ്ങളവിടെ കാണണമെന്ന് പറഞ്ഞൊരു സന്ദേശം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതായിരുന്നു എന്റെ ഡിസൈൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ആ ഒരു മൈൻഡാണ് ഉള്ളത്. അങ്ങോട്ട് നിർബന്ധിച്ച് ഒരു കാര്യം ചോദിക്കാറില്ല. ഇപ്പോഴും എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ അമ്മ എന്തെങ്കിലുമുള്ള ചില്ലി കാശുകൾ എടുത്തു വെച്ചേക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് എന്നിട്ട് എന്റെ വൈഫിന്റെ കൈ കൊടുക്കുന്ന ഹല്ലേലൂയ ഇന്ന് കൊള്ളണമെന്ന് പറയും. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നതിന് ഇപ്പുറം ഇങ്ങോട്ട് തരുന്ന ഒരു അമ്മയാണ്. ഇപ്പം ആ വലിയ സാമ്പത്തിക ശേഷിയൊന്നും അല്ല ഒരു ഇരിക്കുക, പക്ഷെ ആ കിട്ടുന്നൊരു തുക ഇപ്പോഴും എടുത്തു വരും. കാരണം പറയും കർത്താവിന്റെ വേല. അതിന് കല്ലേലൂയ ശുശ്രൂഷയിലോട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പോഴും എന്നെ കണ്ണു നിറയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയ സൗകര്യമൊന്നും വീടല്ലാത്തത് കൊണ്ട് ഞാനും വൈഫും അവിടെ ചെല്ലുവാണെങ്കിൽ എന്റെ പപ്പയും അമ്മയും അവർ നിലത്തിറങ്ങി കിടന്നിട്ട് ഞങ്ങൾക്ക് ബെഡ് തരുന്നുണ്ട് പറയും, നിങ്ങൾ ശുശ്രൂഷകരാ, നിങ്ങൾ ഒരിക്കലും താഴെ കിടന്ന് നിങ്ങൾ കിടക്കുമെന്ന് പറയും. ഇപ്പോഴും എന്റെ നല്ല പാഠങ്ങൾ എടുത്ത് ഓർക്കും. ഞാൻ പറഞ്ഞു വന്ന കാരണം, അപ്പൊ അത്രയും നല്ലൊരു ഫാമിലി ആയിരുന്നപ്പോ തന്നെ എനിക്ക് കർത്താവിന് വേലയ്ക്ക് പോകണം. എന്റെ പപ്പ പറഞ്ഞു, മോനെ നിന്നെ വീടാം, പക്ഷെ എന്ത് ചെയ്യണം, നീ ഡിഗ്രിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ സെമിനാരിയെ കൊണ്ടുപോകാം, നമുക്ക് ബിഷപ്പൊക്കെ പരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ മനസ്സിലൊരു ആഗ്രഹം, സഭയിലൊരു അങ്ങനെ ഒരു പൊസിഷൻ പറഞ്ഞ ആഗ്രഹം, കർത്താവിന്റെ വേല ചെയ്യും. ഉടനെ എനിക്ക് കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ +2 കല്ലേലൂയ പോയി. അതിൽ പ്രീ ഡിഗ്രിക്ക് ഞാൻ ചേർന്നപ്പോ തന്നെ എന്റെ മനസ്സിലൊരു ആഗ്രഹം, എനിക്ക് എങ്ങനെയും ഒരു ബൈബിൾ കോളേജിൽ പോയി പഠിക്കണം, അതിന് താല്പര്യം ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് കഴിയാത്തതുകൊണ്ട് ഈ 2 വർഷത്തിന്റെ കാര്യം ചെയ്യാം, എവിടെയെങ്കിലും ഒരു കോളനിയിൽ എവിടെയെങ്കിലും പോയി കർത്താവിന്റെ വേല ചെയ്യും. അങ്ങനെ ശനിയാഴ്ച ദിവസം ഒരു ഗ്രാമത്തിലേക്ക്, ഞങ്ങളുടെ അടുത്തുള്ള മേത്താനം എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റില് 99% പേര് മദ്യപിക്കുന്ന വലിയ മദ്യപാനികളുടെ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ പോയി കർത്താവിനെ കുറിച്ച് പറയാൻ തീരുമാനം. ആരും പോകാറില്ല, വളരെ റെയറായിട്ട് പോകാറുള്ളൂ. പക്ഷെ എന്റെ ചില കൂട്ടുകാരും ചില ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ശനിയാഴ്ച തീരുമാനിച്ചു അവിടെ പോകാൻ. അങ്ങനെ അവിടെ ചെന്നു, ആദ്യമൊക്കെ ചെന്നു, കുഞ്ഞുങ്ങളോട് കൂടെ കളിച്ചു, കുറെ ഗെയിമൊക്കെ കളിച്ചു. പിന്നെ അവസാനം പോരാൻ നേരത്ത് ചെറിയൊരു വാക്യമൊക്കെ പറഞ്ഞു കൊടുത്തൊരു പാട്ടൊക്കെ പഠിപ്പിച്ച് അങ്ങനെ കണ്ടിന്യൂസ് ഒരു 40-45 കുട്ടികളായി കഴിഞ്ഞപ്പം അവിടെ ഒരു ആന്റി പറഞ്ഞു, മരത്തണലൊക്കെയാണ് ആദ്യം ചെയ്തത്, പറഞ്ഞു അവരെ വീട് തരാമെന്ന് പറഞ്ഞു. അവരെ വീട്ടിൽ വെച്ച് അവർക്ക് ഈ സുവിശേഷം പറഞ്ഞു കൊടുക്കാനും കർത്താവിന്റെ വചനവും എനിക്കറിയാവുന്ന രീതിയിൽ അന്ന് പറഞ്ഞു കൊടുക്കാനിടയായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ കർത്താവിനെ കുറിച്ച് പറയാൻ സഹായിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. ഇന്ത്യ ക്യാമ്പസ് സൂസർ ഫോർ ഗൈസിന്റെ അനേക ട്രെയിനിങ്ങിൽ എനിക്ക് പലയിടത്തും പോയി പങ്കെടുക്കുവാനും ഇടുക്കി ജില്ല വിവിധ മേഖലകളിൽ സഞ്ചരിക്കുവാനും ആ 2 വർഷം കർത്താവ് എന്നെ ഇടയാക്കി. അവിടെ പക്കയായിട്ട് സുവിശേഷം പറയാൻ എന്നെ ട്രെയിൻ ചെയ്ത് പറയാൻ, ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഇന്ത്യ ക്യാമ്പസ് സൂസർ ഫോർ ഗൈസിലാണെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തുള്ള ഒരു ജെയിംസൺ സാർ ഉണ്ടായിരുന്നു, എന്നെ ആ സമയത്തിന്റെ വളർത്തിയെടുത്ത അദ്ദേഹത്തെ ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞപ്പോ തന്നെ കഴിയാറായപ്പോ തന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് എവിടെയെങ്കിലും ബൈബിൾ കോളേജ് പഠിക്കാം. എന്റെ പപ്പ അമ്മയെ അറിഞ്ഞു ഒരു കാരണവശാലും എന്നെ ഇവിടെ അത്ര ഡിഗ്രി എടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചിട്ട് ഞാൻ ഒരു പേപ്പറിൽ ഒരു ന്യൂസ് കണ്ടപ്പം ഓൾ ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പറന്തലുള്ള ബൈബിൾ കോളേജിന്റെ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത കാണുവാനിടയായി. ആ വാർത്തയ്ക്ക് ഞാൻ അതിനകത്ത് വേണ്ടി ഒരു കാർഡ് അയച്ചു, എനിക്ക് ചേരാൻ ആഗ്രഹമുണ്ട്. എന്റെ ടെസ്റ്റ് മണി അതിനകത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ ഹല്ലേലൂയ, അപ്പൊ അവധിയൊക്കെ തീരാറായ സമയത്ത് പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിൽ പറഞ്ഞു, പപ്പ കടയിൽ പോയി കുറെ ദൂരം താഴെ പോയി തിരിച്ചു കയറി വന്നപ്പോ എന്നോട് പറഞ്ഞു, മോനെ നീ എന്നാ പണിയാ കാണിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തേന്ന് ചോദിച്ചു. പറഞ്ഞു, എടാ നീ എന്നോട് പറയാതെ എന്തിനാണ് നീ ബൈബിൾ കോളേജിൽ പോകാൻ തുടങ്ങിയത്? അപ്പൊ പപ്പയ്ക്ക് സങ്കടം കൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളത്. എന്നാലും പറഞ്ഞു, കുഴപ്പമില്ല മോനെ, നിന്നെ ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ 1989 ഞാൻ 91 ഞാൻ എന്റെ ഓൾ ഇന്ത്യ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പറന്തുള്ള ബൈബിൾ കോളേജിൽ പഠിക്കാൻ കയറി ചെന്നു. അവിടെ ചെന്ന 3 വർഷത്തെ പഠനത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ കടന്നു ചെന്നത്. അപ്പൊ അവിടെ പഠിച്ചതിന് ശേഷം
ആ പഠന കാലഘട്ടവും എൻ്റെ ലൈഫിൽ ഏറ്റവും നിർണായകമായ സമയത്ത് അടിസ്ഥാനപരമായ ബൈബിൾ പഠിക്കാനായിട്ട് എനിക്കിടയായി തീർന്നു. 3 വർഷത്തെ പഠനം എൻ്റെ ലൈഫില് ചെറിയൊരു ചേഞ്ച് വരും. അവിടെ മിഷണറി ട്രെയിനിങ് സെന്റർ ആയിരുന്നുകൊണ്ട് ഒരു മിഷണറി എങ്ങനെ കഷ്ടം സഹിക്കണം, ത്യാഗം സഹിക്കണം എന്ന് എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടറാണ്. ഇന്ന് ഓൾറെഡി അത് ഇല്ല, അത് കുട്ടികളില്ലാത്തതുകൊണ്ട് നിർത്തിപ്പോയി. എങ്കിലും ഞാൻ ഈ നിമിഷം അഭിമാനത്തോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് അവിടെ ഫീൽഡ് വർക്കിന് വേണ്ടി ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടി. അവിടെ ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന ഒരു ചാക്കോച്ചൻ ഉണ്ടായിരുന്നു. ആ അച്ഛൻ എൻ്റെ വൈഫിന്റെ വീട് പത്തനാപുരത്തിനടുത്താണ്, കടയ്ക്കാമെന്ന് പറഞ്ഞ കോളനിക്കടുത്താണ്. അപ്പോൾ അവിടെ എന്നോട് പറഞ്ഞു, മോനെ പോയി അവിടെ ഒരു കോളനി ഉണ്ട് കടയ്ക്കാമ്പത്ത്, 1000 ഫാമിലിയുള്ള കോളനിയാണ്. ആ കോളനി പോയി ഞായറാഴ്ച ദിവസം കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവരെ ഈ കൊച്ചമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരു സൺഡേ സ്കൂൾ നടത്താമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സൺഡേകളിലും ഞാനും എൻ്റെ ഒരു കൂടെ വേറെ 2-3 പേരുണ്ട്, അവർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങളുടെ 1-2 പേര് ആ ഞായറാഴ്ച രാവിലെ അവിടെ പോകും. അവിടെ പോയി രാവിലെ മുതൽ വിസിറ്റ് ചെയ്യും. ഒരു 10 മണി വരെ ഉള്ള ടൈമില് ആ കോളനിയിൽ എല്ലാ വീടുകളും വിസിറ്റ് ചെയ്തിട്ട് സുവിശേഷം പറയും. അവിടെ കുഞ്ഞുങ്ങളെ കളക്ട്, വളരെ തീരെ പാവപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അവർക്ക് ഈ കൊച്ചമ്മയുടെ വീട്ടില് ഞങ്ങൾ കൊണ്ടുവന്ന് അവർക്ക് സുവിശേഷം പറയും. കൊച്ചമ്മയുടെ ചെറിയ സ്നാക്സും ചായയൊക്കെ കൊടുത്ത് അങ്ങനെ 2.5 വർഷക്കാലം കർത്താവിൽ ഞാൻ എന്താണോ പ്രീഡിഗ്രി സമയത്ത് ചെയ്തതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എനിക്ക് ദൈവം ഒരുക്കി തന്ന ഒരു അവസരമായിരുന്നു കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയാൻ. അങ്ങനെ 91 മുതൽ 93 പകുതിയോളം തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആഗ്രഹം, അതിന് ശേഷം ഡൽഹിയിലേക്ക് ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവർ പോയി പഠിക്കണം. തുടർന്ന് പഠിച്ച് നോർത്ത് ഇന്ത്യയില് അല്ലെങ്കിൽ വെളിയിലെ രാജ്യത്തില് ആഫ്രിക്കയിലൊക്കെ പോയി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ആഗ്രഹത്തോടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ CSCയിലേക്ക് ഈസ്റ്റ് കേരള ഡയസിസില് ബാലഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത്, കൂട്ടാറടുത്ത സ്ഥലമാണ്, അവിടെ എന്നെ അവർ പോസ്റ്റ് ചെയ്തു ഒരു പാസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഒരു സുവിശേഷകനായും അതോടെ ചർച്ച് വർക്കും കൂടെ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു സഭയിൽ എന്നെ പോസ്റ്റ് ചെയ്തു. ഓൾറെഡി അന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ പോലും അവിടെ ഞാൻ പോയി ജോയിൻ ചെയ്തു. അവിടെയാണ് എൻ്റെ വർക്ക്, സഭയുടെ ശുശ്രൂഷകനായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്യുക. CSCയിലെ ഒരു മിഷണറി ആയിട്ട് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. തുടർന്നുള്ളൊരു 6 വർഷം പിന്നെ കമ്പമെട്ടില് ഞാൻ ശുശ്രൂഷകനായിരുന്നു. കമ്പമെട്ടിൽ ഇരിക്കുമ്പോഴാണ് പ്രൈസോ എനിക്ക് കുറച്ചുകൂടെ മിഷണറി പ്രവർത്തനത്തിനാണ് എൻ്റെ മിഷണറി താല്പര്യമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അനേക ചിലരെയൊക്കെ കർത്താവിന്റെ വേലയിലേക്ക് രക്ഷിക്കപ്പെടുത്തി ഹിന്ദുക്കളെയൊക്കെ സഭയിലേക്ക് കൊണ്ടുവന്നപ്പം അത് പലപ്പോഴും സഭയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ചില സിറ്റുവേഷൻ നമുക്കല്ല. കാരണം അവിടെ ഇരിക്കുന്നവർക്ക് ഇവർ വരുന്നവർ താല്പര്യമില്ലാതെ വന്നപ്പോൾ ഞാൻ പ്രൈസോ അവിടെ 98 ഞാനത് അവിടെ സഭാ ശുശ്രൂഷകൻ മിഷണറി എന്നുള്ള സാധനം ഞാൻ റിസൈൻ ചെയ്തിട്ട് ശേഷം അല്ലെങ്കിൽ മിഷണറി എന്നുള്ള ശുശ്രൂഷ അവിടെ നിന്ന് ഞാൻ അവസാനിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാനായിട്ട് തോന്നുന്നു. എങ്കിലും കർത്താവിന്റെ വേല തുടർന്നുകൊണ്ടേയിരുന്നു. CSC സഭയിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ചേറ്റുവഴി എന്ന് പറയുന്ന സഭയോട് ചേർന്ന് ഞാൻ എൻ്റെ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. അതായത് ചേറ്റുവഴിയിൽ താമസിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ വർക്ക് ആരംഭിച്ചത്. അവിടുത്തെ ആ മിഷണറി സഭയുടെ ജോലി എന്നുള്ള രീതിയിൽ കർത്താവിന്റെ പേരിൽ നിന്ന് പോകുന്ന നിമിത്തമായിട്ട് പ്രൈസലോ പിന്നെ ആരും സഹായിക്കാൻ ശമ്പളമോ മറ്റൊന്നും ഇല്ലാത്ത സിറ്റുവേഷനായി. അപ്പോൾ എനിക്ക് മൂത്ത മോനുണ്ട്. ആ മോനുണ്ട്, വൈഫ്, ഞങ്ങൾ 3 പേരായി. ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചൊരു വാടകയ്ക്ക് ഒരു വീട് എടുക്കാം. അതിന്റെ ഒരു 3000 രൂപയൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് പലയിടത്തും ഒറ്റ വീട് കിട്ടിയില്ല. കാരണം എങ്ങനെ വാടക കൊടുക്കും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കർത്താവിനോട് എന്റെ പപ്പ എന്നോട് പറഞ്ഞു, നിന്റെ ഫിലോസഫി ജീവിക്കത്തില്ല, നീ അവിടെ നിട്ടിട്ട് പോകുന്നുണ്ട്, നീ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ശാസിക്കുവാനിടെ എത്തുന്നു. എന്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടെല്ലാം നിന്നു. ബാക്കി ആരും സഹായിക്കാനില്ല ആ സിറ്റുവേഷൻ. പക്ഷേ കർത്താവിന്റെ വേല അത് നിറപടിയായി ചെയ്യുവാൻ തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചൂടിയില് ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഞാനൊരു വീടിന്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ആന്റി എന്നോട് ചോദിച്ചു, സാറേ എന്ന് തന്നെ വിളിക്കുന്നു, സാറേ എന്താ എവിടെ പോവായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു വാടകയ്ക്ക് ഒരു വീട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ എന്താ സാറേ, ഈ വീടിൽ കിടക്കുന്ന മനോഹരം വലിയൊരു വീടാണ് കല്ലേറിയ. പക്ഷെ പറഞ്ഞു, ഒരു അപ്പച്ചനും അമ്മച്ചിയും നിങ്ങൾക്ക് കൂട്ടുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. അങ്ങനെ ചേച്ചൂടിയില് ബാബു സാർ എന്ന് പറയുന്ന ആളുടെ വീടിനകത്ത് അവർ 2 പേരും ട്രൈബലിലെ ഹോസ്റ്റലിലെ വാർഡന്മാരാണ്. അവർ താമസമില്ല, അവരുടെ അപ്പനോ അമ്മയും മാത്രമേ ഉള്ളൂ. അവരോടുകൂടെ വലിയ വിശാലമായ വീട്, 2-3 ഫാമിലിക്ക് താമസിക്കാവുന്ന വീടായിരുന്നു. ആ വീടിനകത്ത് ഞങ്ങൾ താമസം ആരംഭിച്ചു. മൂത്ത മോന് ഞാനും വൈഫും
രാവിലെ എഴുന്നേറ്റ് കർത്താവിന് വരെ മോനെ തോളിലിടും, ട്രാക്ട് എടുക്കും, എല്ലാ വീടുകളും വിസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ കർത്താവിന്റെ പേര് നിങ്ങൾ തുടർന്നുണ്ടെങ്കിൽ അനേക ഫാമിലികള് സഭയിലേക്ക് വരുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കല്ലേലൂയ പ്രൈസോളോ എന്റെ ഞങ്ങൾ അതിനിടയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് കല്ലേലൂയ പ്രൈസോളോ കല്ലേലൂയ 96 ഞങ്ങളുടെ വിവാഹം നടന്നു. വിവാഹം കൂട്ടാറിൽ തന്നെയാണ്, ഞങ്ങളിപ്പോ താമസിക്കുന്ന അടുത്ത് തന്നെയാണ് വൈഫിന്റെ വീട്. വിവാഹം നടന്നു. കല്ലേലൂരിന്റെ അമ്മായിച്ചൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒരു 20 സെന്റ് സ്ഥലം ഞാൻ നിങ്ങൾക്ക് റോഡിനോട് ചേർന്ന് തരാമെന്ന് പറഞ്ഞു. ആ സ്ഥലം കിട്ടി. സ്ഥലം കിട്ടിയതായിട്ട് മാത്രം കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് ഒരു വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷിയോ മറ്റൊന്നും കാര്യങ്ങളില്ല. അപ്പോൾ എല്ലാ ആഴ്ചയിലും ചിറ്റൂടിയിൽ നിന്നൊക്കെയോ ഞങ്ങൾ നടന്നു വന്നിട്ട് ഈ സ്ഥലത്ത് വന്നിട്ട് കല്ലേലൂയ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കർത്താവേ നീ കല്ലേലൂയ ഞങ്ങൾക്കൊരു വീട് വേണം, കല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ വീട് വേണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു സ്വഭാവം, ആരെ കണ്ടാലും സുവിശേഷം പറയണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നുണ്ട്. ആരുള്ള സിറ്റുവേഷൻ ഞാൻ ഒരുക്കുകയും ചെയ്യും, സുവിശേഷം പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ട്രെയിനിൽ വെച്ച് ഒരു അപ്പച്ചനെ പരിചയപ്പെടുവാനിടയായി തീർന്നു. അതിങ്ങനെയാണ്, അതായത് അവിടെ ഒരു പാട്ട് പാടിക്കൊണ്ട് കുഞ്ഞു മോള് വരാനിടയായി തീർന്നു. ഒരു 10-13 വയസ്സുള്ള ഒരു മോളാണ്. മോള് പാടിയ പാട്ട് ദൈവകൃപയെ ഞാൻ ആശ്രയിച്ചുള്ള പാട്ടാണ് പാടിയത്. അഭിഷാടനത്തിന് വേണ്ടി വന്നതാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും പൈസ തൊട്ട് ഞങ്ങളെല്ലാം കൊടുത്തു. ഞങ്ങളൊക്കെ 5-10 രൂപ കൊടുത്തപ്പോൾ ആ ഒരു അപ്പച്ചൻ മാത്രം എനിക്ക് 100 രൂപ എടുത്ത് കൊടുത്തു. ആ സമയത്ത് 100 കൊടുക്കും വളരെ ആരും സാധനം ചെയ്തത്. എന്നിട്ട് ആ മോള് പോയി കഴിയുമ്പോൾ ഈ അപ്പച്ചൻ ഒന്ന് കരയാനിടയായിരുന്നു, കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ ആ അപ്പച്ചന്റെ അടുത്തോട്ട് ചോദിച്ചു, അപ്പച്ചൻ എന്താ കരയുന്നതെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു, മോനൊരു പാസ്റ്ററാണോ? അങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, മോനൊരു പാസ്റ്ററാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പാസ്റ്ററൊന്നുമല്ല, യേശുവിനെ കുറിച്ച് അറിയാം, സുവിശേഷമൊക്കെ പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സ്വർഗവും നരകവും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്താ എങ്ങനെ ചോദിക്കാനുള്ള കാരണം? അപ്പോൾ ഈ അപ്പച്ചൻ പറയാണ്, എനിക്കൊരു കൊച്ചുമോളുണ്ടായിരുന്നു, ഈ വന്നു പോയിട്ട് മോളെ പോലെ തന്നെ ഇരിക്കുന്ന മോള്. ആ മോള് പാടിയൊരു പാട്ട് എന്റെ മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. കണ്ടപ്പോൾ ഓർത്തു, ആ മോള് 13ാമത്തെ വയസ്സിൽ മരിച്ചു പോകാനിടയായി തീർന്നു. അത് അപ്പോ മരിക്കുന്നതിന്റെ തലേ ദിവസം ആ മോൾ എന്നോട് പറഞ്ഞു, ആ അടുത്തുള്ള ഒരു ചർച്ചിൽ മെത്തൊസ്തി പോകുമായിരുന്നു. ആ മോൾക്ക് പോയിട്ട് ബാക്കിയുള്ള പറയാം, യേശുവിനെ കുറിച്ച് കഥയൊക്കെ എൻ്റെ അടുത്തൊന്ന് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ യേശുവിന്റെ അടുക്കൽ പോവുകയാണെന്ന് തലേദിവസം പറഞ്ഞു. പിറ്റേ ദിവസം മോള് മരിച്ചുപോയി. അതെന്താ സംഭവം എനിക്ക് ഇന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഉള്ള ഒരു ജീവനുള്ള ദൈവം യേശു ആണോ എന്ന് ചോദിച്ചാൽ സുവിശേഷം ഞാൻ പറഞ്ഞു. ആ സുവിശേഷം പറഞ്ഞ സമയത്ത് അദ്ദേഹം കർത്താവിനെ യേശുവിനെ രക്ഷകനായി ആ ട്രെയിനിൽ വെച്ച് അദ്ദേഹം സ്വീകരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അത് കേട്ടുകൊണ്ട് തൊട്ടടുത്തിരുന്ന ഒരു കുറച്ച് അപ്പുറത്തിന് മാറിയിരുന്ന ഒരു ബ്രദർ എന്നെ വിളിച്ചിട്ട്, ആ സമയത്ത് എന്നെക്കാൾ പ്രായമുള്ള ഒരു 10 വയസ്സിനുള്ള ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അടുത്തൊന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കാമോ? ഞാൻ സംസാരിക്കാം. അപ്പൊ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. കാരണം മോൻ സുവിശേഷം പറയുന്നത് കേട്ടപ്പോൾ എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. അതുകൊണ്ട് ഞാനിപ്പോ സൗദി ജോലി ഉണ്ടായിരുന്നതാണ്. എന്റെ വൈഫും കുഞ്ഞുങ്ങളും അവിടെയാണ്. എന്റെ പേര് ബിനോയ് എന്നാണ്. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു. എന്റേതല്ലാത്തൊരു കാരണത്തെ ജോലി നഷ്ടപ്പെട്ടു. ആ ജോലി എനിക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് ഒരു അഡ്രസ്, എനിക്ക് ഒരു ഫോൺ നമ്പർ മാത്രം എനിക്ക് എഴുതാറുണ്ട്. അടുത്ത കായംകുളം സ്റ്റേഷനിൽ ഇറങ്ങുവാനിടയായി തീർന്നു. എന്താ പറയുക, എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെ പോയി കൂടുതൽ പരിചയപ്പെടുത്താൻ സമയമൊന്നും കിട്ടിയില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ താമസിക്കുന്ന വീടിനകത്ത് ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവ് ഇവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് തോന്നി ഞങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ ഈ കോയിൻ ബോക്സ് ഒക്കെ ഇട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഉള്ള പൈസയൊക്കെ എടുത്തുകൊണ്ട് കോയിൻ ബോക്സിൽ ഇട്ട് വിളിച്ചിട്ട് അപ്പോൾ അദ്ദേഹം എടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞു, അധികം പൈസ കളയണ്ട, എനിക്ക് അഡ്രസ്സ് പറഞ്ഞു തരാൻ പറഞ്ഞു. ഞാൻ അഡ്രസ്സ് പറഞ്ഞെടുത്തു. ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കവറ്, ഒരു ലെറ്റർ എനിക്ക് വരുവാൻ തന്നു. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചത് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സൗദിയിൽ തന്നെ ജോലി കിട്ടി. 60,000 രൂപ സാലറിക്ക് ജോലി കയറുവാനായി തോന്നുന്നു. ആ കിട്ടിയതിന്റെ ആദ്യത്തെ ശമ്പളത്തിന്റെ ദശാംശമായിരുന്നു 6,000 ചെക്ക് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് എനിക്ക് പ്രാർത്ഥിച്ചതിന് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞിട്ട്, ബിനോയ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പൊ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പം എനിക്ക് ആ 6,000 രൂപയും കൊണ്ട് ഞങ്ങൾ ചെക്കൊക്കെ മാറിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. പിന്നെ പച്ചക്കട്ട വിരിച്ച് ഞങ്ങളുടെ സ്വന്തമായിട്ടൊക്കെ ഞങ്ങൾക്ക് വൈഫിന്റെ വീടുമായിട്ട് തന്ന അവിടെ ഞങ്ങളുടെ വീട് വെക്കുവാനിടയായി തന്നു. ഹല്ലേലൂയ. ഷീറ്റ് മേടിച്ചു. ബാക്കി ചെറിയ പച്ചക്കട്ടയൊക്കെ വെച്ച് അവിടെ ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും പ്രയർ സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ എല്ലാ ആഴ്ചയിലും പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഞങ്ങൾക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ല, ആരും സഹായിക്കാനൊന്നുമില്ല.
ചിന്തിക്കായിരുന്നു കല്ലേലൂയ ആ കുറഞ്ഞ കാലഘട്ടം 2010 വരെയുള്ള ഒരു ഗ്യാപ്പ് എന്റെ ലൈഫിലേക്ക് കല്ലേലൂയ മോശയുടെ കാലഘട്ടത്തിൽ ലഭിച്ചൊരു കല്ലേലൂയ പ്രൈസ് ആടുകളുടെ കൂടെ ആയിരുന്നു പോലെ എന്നെ കുറെ പാഠങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം തീർന്നു. അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തീർന്നു. അതെല്ലാം ഇപ്പൊ പറയാനായിട്ടുള്ള സമയത്ത് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ അതിനെ സൂചിപ്പിക്കാം. ആ സമയത്ത് എനിക്ക് ഒരു വോളണ്ടിയർ ആയിട്ട് ഒരു വർക്ക് ചെയ്യാനായിട്ട് വേൾഡ് വിഷനിൽ എനിക്ക് ഒരു അവസരം കിട്ടി. വേൾഡ് വിഷനിൽ അവസരം കിട്ടിയ സമയത്ത് HIV പ്രോജക്റ്റിലായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് HIV രോഗികളുടെ ഇടയ്ക്ക് അവരെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുക, നല്ല ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് ലഭിച്ചു. അപ്പോ ഓരോ സംഘത്തിലും SHGകളുണ്ട് അവിടെ പോയി സംഘത്തിൽ പോയി ക്ലാസ് എടുക്കണം. പിന്നീട് ഇടുക്കി ജില്ലയിലുള്ള എല്ലാ HIV പോസിറ്റീവ് ആയിട്ടുള്ളവർക്കും എല്ലാ മാസവും ഒരു മീറ്റിംഗ് കട്ടപ്പന വെച്ച് കൂടുമായിരുന്നു. ആ മീറ്റിങ്ങിൽ അവരെ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടുമായിരുന്നു കല്ലേലൂയ. ആ സമയത്ത് ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ 73 പേര് HIV പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിരുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു. അവരുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ അല്ലെങ്കിൽ കല്ലേലൂയ അവരെ അവിടെ സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. അതോടൊപ്പം തന്നെ ഇനി എന്റെ ലൈഫിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവം, ഒരു ദിവസം ഞങ്ങള് കുരിശുമല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങള് ഒരു പരസ്യവും നടത്താനായിട്ട് CSL ചിലർക്ക് ചേർന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചേർന്ന് നേരത്തെ ഇവിടെ സാക്ഷി പറഞ്ഞ ഷാബു എന്ന് പറയുന്ന കല്ലേലൂയ സഹോദരനൊക്കെ ചേർന്ന് ഞങ്ങളൊരു കൂട്ടായ്മകളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേല ചെയ്യുന്ന ആ സമയത്ത് ഒരു വീട്ടിലെ പരസ്യമൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങള് പോകാനായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സഹോദരൻ ഇങ്ങനെ നടന്നു പോകുന്നു കണ്ടു. അപ്പോൾ ആരെ കണ്ടാലും എനിക്കൊരു സ്വഭാവം, പെട്ടെന്ന് കയറി പരിചയപ്പെടും, സംസാരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സഹോദരൻ ഇങ്ങോട്ട് ഓടിയ വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നു പോകുക. ഞാൻ ചോദിച്ചു, സഹോദരൻ എവിടെ പോവുക, ഇത്ര ഫാസ്റ്റ് ആയിട്ട് എവിടെ പോകാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് എടുത്ത വായിൽ എന്നോട് ദേഷ്യത്തോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകാന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും മരിക്കാൻ പോകാന്ന് പറഞ്ഞു. വളരെ ദേഷ്യത്തോടെ എന്നെ പറഞ്ഞു, നിങ്ങൾക്ക് എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ അതേപോലെ ഞാൻ മറുപടി പറഞ്ഞു, എനിക്കൊന്നുമില്ല, പക്ഷെ യേശുവിന് ഒരു കാര്യം സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ യേശുവിന് എന്നെ ഇപ്പൊ എന്നാ ചെയ്യാനാന്ന്. ഞാൻ പറഞ്ഞു, ഒരു നിമിഷം യേശുവിനെ കുറിച്ച് കേൾക്കാമോ, ഒരു വാക്ക് യേശുവിനെ കുറിച്ച് കേൾക്കാമോ, ഒരു സമയം ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് എന്നാ പ്രയോജനമോ, എനിക്ക് എന്നാ പ്രയോജനം ചോദിച്ചു. ഞാൻ മരിക്കാൻ പോകുന്നു, എനിക്ക് എന്നാ പ്രയോജനം. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു മരിച്ചവർ ഉയർപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു യേശുവിനെ കുറിച്ച് കേൾക്കാമെന്ന് പറഞ്ഞു. അവിടെ ഒരു സീസയുടെ ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തിനകത്തോട്ട് കയറി ഞാനുണ്ടായി, എൻ്റെ അളിയനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച്, അളിയനും ഞാനും എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, 3 പേരും കൂടെ അകത്ത് കയറി ഒരു മേശ അപ്പുറത്ത് ഇരുന്നു. അദ്ദേഹം അപ്പുറത്ത് ഇരുന്നതിന് ശേഷം എന്നോട് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ മാരകമായ രോഗം എന്താണെന്നറിയാവുമെന്ന് ചോദിച്ചു. ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്നത്തെ കാലഘട്ടം ഏറ്റവും പ്രയാസമുള്ളൊരു ഞാൻ പറഞ്ഞു ക്യാൻസർ ആണ്. അതല്ല വേറെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, HIV പോസിറ്റീവ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു HIV പോസിറ്റീവാ. ഹല്ലേലൂയ. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചങ്ക് തകരുന്നത് ഞാൻ കാണാം. അദ്ദേഹം പിന്നെ അനുഭവം പറഞ്ഞു. അദ്ദേഹം ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. വിവാഹം കഴിച്ചിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി വളരെ മോശമായ ചില ജീവിത സാഹചര്യങ്ങളിലൊക്കെ പോയ ഒരാളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമാണ്. 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന് പനി വന്നു. പെട്ടെന്ന് പോയി പരിശോധനയെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹം HIV പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. വൈഫ് അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു. വൈഫ് പറഞ്ഞു, പിണങ്ങി അവിടെ വീട്ടിൽ പോയി. അതുപോലെ തന്നെ അവരുടെ ഫാമിലി എല്ലാം പ്രശ്നമായി. നല്ല സാമ്പത്തിക ശേഷിക്കൊണ്ട് നല്ല ഇലക്കാടുകളെല്ലാം ഉള്ള ഒരു വീടാണ്, സ്ഥലമാണ്. അവിടെ ചിലപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് മരിക്കാനല്ലാതെ വേറെ രക്ഷയില്ല. എങ്ങനെയാണ് ഞാൻ മരിക്കുക, എന്നാൽ എത്രയും പെട്ടെന്ന് മരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഈ പാപത്തെ, നിങ്ങളുടെ തെറ്റിനെ, നിങ്ങളുടെ പരിഹാരകനാണ്. യേശു നിങ്ങളുടെ ഈ രോഗത്തിന് കൂടെയാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെന്ന് പറഞ്ഞു. ആ അടിപ്പിണരുക നിങ്ങൾക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ രക്ഷിക്കാൻ കഴിയും. കുറെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ബൈബിളിൽ ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ ആ യേശുവിനെ എനിക്ക് വേണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എത്ര രൂപയാണ് നിങ്ങൾക്ക് തരേണ്ടത്, സ്ഥലമാണ്, എന്ത് വേണം, എനിക്കുള്ള മുഴുവൻ വേണമെങ്കിൽ ഞാൻ തരാം. യേശുവിന് ഞാൻ പറഞ്ഞു, ഒന്നും വേണം, നിങ്ങളുടെ ഹൃദയം മാത്രം യേശുവിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് ആലയത്തിൽ വെച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവിനായിട്ട് അദ്ദേഹം സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നുള്ള ബീഡി, സിഗരറ്റ്, ഇങ്ങനെയുള്ള സാധനം മുഴുവൻ എടുത്തിരുന്നു. ഇനി മുതല്
ഞാൻ യേശുവിനോട് ജീവിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം തീരുമാനമെടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ മറുപടി എന്ന് വീണ് പോയി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി അദ്ദേഹം പോയി, ഓടിപ്പോയി ഇതിരിക്കുന്ന ആ സന്തോഷത്തിന് പോയി കടയിൽ പോയി കുറെ പലഹാരങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു ഞങ്ങൾക്ക് തന്നു ആദ്യം. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായി ഞങ്ങളുടെ മക്കളുണ്ട്, അവരൊന്നും പ്രിയപ്പെട്ടവർക്കുണ്ട്, അവർക്കെല്ലാം കൊടുത്തു. ഞങ്ങളുടെ ഫുഡെല്ലാം അവർ തന്നതെല്ലാം കഴിച്ച് വിശ്വാസത്തോടെ കഴിച്ചിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നു. എന്ത് പറഞ്ഞു? യേശുരും ഉറക്കെ ചെയ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ തന്റെ റിസൾട്ട് നെഗറ്റീവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ മെഡിക്കൽ കോളേജ് തന്നെ പോയി പരിശോധിച്ച് നോക്കി, മറ്റെടുത്ത് പരിശോധിച്ച് നോക്കി, പോസിറ്റീവ് ആയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേര് വെളിപ്പെടുത്താനും മറ്റു കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യത്തില്ല, സാധിക്കാത്തതുകൊണ്ട് ഹല്ലേലൂയ അദ്ദേഹം ഇന്നും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫിനെ പോയി സംസാരിച്ചു. അത് ഏറ്റവും വലിയ കൃപ എന്ന് പറയുന്നത് വൈഫിനെ രോഗം പിടിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ആ വൈഫിനെ ഞങ്ങൾ പോയി സംസാരിച്ചു. തിരിച്ചു ഒരു കുടുംബമായി ഫാമിലി ആയിട്ട് താമസിക്കുന്നു. പക്ഷേ മറ്റാർക്കും അറിയാം, ഞങ്ങൾ പേഴ്സണലായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, ഹല്ലേലൂയ, പ്രൈസിനെ കേൾക്കുന്ന ആരും ഉണ്ടെങ്കിൽ കർത്താവിന് അസാധ്യമായി യാതൊന്നുമില്ല. ഹല്ലേലൂയ. ഏത് രോഗത്താലോ ഏത് കഷ്ടത്താലോ ഭാരത്താലോ കഴിയുന്നവരാണെങ്കിലും ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ആ ഒരു കാലഘട്ടം പിന്നെ 2010 ആകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ 2009 എനിക്ക് തോന്നുന്ന ഹല്ലേലൂയ, ഞങ്ങള് എന്റെ ഇളയ മോനുണ്ടായി കഴിഞ്ഞപ്പോ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അവനുണ്ടാകുന്ന 2007 സമയത്താണ് ഹല്ലേലൂയ ഞങ്ങളൊരു മോനെ പഠിപ്പിക്കാനായിട്ട് തേഴ്ക്കാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വാടകയ്ക്ക് വേണ്ടി സ്ഥലത്തേക്ക് കടന്നുപോയി. അപ്പൊ എന്റെ അളിയന്റെ മക്കള് രണ്ടുപേരുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്. ഞങ്ങളവിടെ ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. താമസ സമയത്ത് എന്റെ ഇളയ മോൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവനൊരു രോഗം ഉണ്ടായിരുന്നു. രോഗം ഞാൻ ചിന്തിക്കുകയാണ്, കാരണം അവർ കരയുമായിരുന്നു. 11 മണി മുതൽ രാത്രി മുഴുവൻ കരച്ചിലായിരിക്കും. അപ്പം തളർന്നു കിടന്നുറങ്ങും, അതുവരെ കരച്ചിലായിരിക്കും. അതുവരെ ഒരു കുഴപ്പമില്ല, കളിച്ചു തിരിച്ചൊക്കെ നടക്കും. ഇങ്ങനെ തുടർച്ചയായി കരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാനായിട്ട് കൊണ്ടുപോകായിരുന്നു. ആ ഡോക്ടർ കുറെ ദിവസം മരുന്ന് തന്നു കഴിഞ്ഞപ്പോൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാത്ത ആശുപത്രി എല്ലാവരും ആശുപത്രിയും കൊണ്ടേ ഒരു കുഴപ്പമില്ലെന്ന് പറയും. ഒരു ദിവസം അവിടെ തന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങളൊരു പാസ്റ്റർ അല്ലേ, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ല എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ മാറാത്തുണ്ടോ എന്ന് ചോദിച്ചു. ഇതെന്നെ ചിന്തിപ്പിക്കാതെ എത്തുന്നു, എന്നെ സങ്കടപ്പെടുത്തി. ഞാനൊരു ദൈവമകനായിട്ട് പ്രാർത്ഥിക്കാൻ ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ആൾക്ക് എന്റെ കുഞ്ഞിന് സൗഖ്യം വരാത്തെന്ന് ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ വൈഫും കൂടെ തിരിച്ചു വന്ന് ഞങ്ങളുടെ ഹല്ലേലൂയ ആ വീട്ടിലേക്ക് വന്ന് അവിടെ ഒരു പായിട്ട് മുട്ടുകുത്തിയിട്ട് ഹല്ലേലൂയ ഞാനും എന്റെ വൈഫും കൂടെ കുഞ്ഞിനെ ഹല്ലേലൂയ എന്റെ തോളിൽ കിടക്കുകയാണ്. കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, എങ്ങനെ അടിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് പ്രാർത്ഥിക്കും, കർത്താവ് ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് വീഴ്ച, ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് ഒരു കുറവ്, ഞങ്ങളുടെ ഭാഗത്ത് എന്താണ് തെറ്റ്, ഒന്ന് ബോധ്യപ്പെടുത്തി തരണമെന്ന് ഞങ്ങൾ ബോധ്യപ്പെടുക. ആ സമയമൊക്കെ CS നിൽക്കുകയും ശിശുസ്നാനത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പോകുന്നിടത്തൊക്കെ അതേക്കുറിച്ച് സംസാരിക്കുക, ആരോടൊക്കെ ചോദിച്ചാലൊക്കെ തർക്കിക്കുക, സംസാരിക്കുകയൊക്കെ ചെയ്യും. പെട്ടെന്ന് അവിടെ വെച്ച് ഞാൻ കണ്ട ഒരു ദർശനം, ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. യേശു അവിടെ ചെല്ലുന്നിട്ട് സ്നാനമേൽക്കുവാൻ ചെല്ലുന്ന ഒരു ചിത്രം എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അതിങ്ങനെയാണ്. അപ്പോൾ യേശു പറയാണ്, യോഹന്നാൻ പറയാണ്, നിന്നെ ആ സ്നാനമേൽക്കുന്നത് എനിക്ക് ആവശ്യമെന്ന് യോഹന്നാൻ പറയുമ്പോൾ യേശു പറയാണ്, ഇപ്പോൾ സമ്മതിക്കുക, സകല നീതി നിർവഹിക്കണം നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞിട്ട് എന്നെ നേരെ തിരിഞ്ഞു പറയുക, എനിക്കിത് ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. ഇതെന്നെ സ്ട്രൈക്ക് ചെയ്ത് ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ, എന്റെ ഭാഗത്ത് ഞാൻ ഇനിയും സ്നാനമേൽക്കണമെങ്കിൽ, വിശ്വാസത്തിൽ സ്നാനമേൽക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഞാൻ അത് സ്നാനമേൽക്കുന്നത് ഞാൻ തയ്യാറാണ് കർത്താവ്. പക്ഷെ നീ ഇത് തന്നത് യഥാർത്ഥ സത്യമാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇപ്പോൾ നീ സൗഖ്യമാക്കണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. സ്പോട്ടിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്റെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അന്ന് തന്നെ ദൈവം എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ റോമർക്ക് എഴുതിയ ലേഖനത്തെയും അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തെയും അതുപോലെ ഏതെല്ലാം സ്നാനത്തെക്കുറിച്ച വാക്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് അതെല്ലാം റിട്ടേൺ പോകാൻ തോന്നും, അതെല്ലാം വായിക്കുവാനാണ്. വിശ്വസിക്കും സ്നാനമേൽക്കും രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്ത ശിക്ഷ അവർ അകപ്പെടുമെന്ന് ദൈവത്തിന് പറയുന്നു. അതുപോലെ ഹല്ലേലൂയ. അപ്പൊ വിശ്വാസത്തിന് ശേഷമാണ് സ്നാനം ആവശ്യം പറഞ്ഞു. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ രണ്ടുപേരും സ്നാനം വെക്കുവാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ എവിടെ സ്നാനപ്പെടുന്നു, ആര് സ്നാനപ്പെടുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, സേസയിൽ നിന്ന് നേരത്തെ ഹല്ലേലൂയ സ്നാനമേറ്റ ഡി ജോഡിച്ച് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ എനിക്കറിയാം. ഹല്ലേലൂയ, അദ്ദേഹം വളരെ എവിടെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഫോൺ നമ്പർ കളക്ട് ചെയ്തു. അപ്പോ ഒരു വർഷത്തോളം എടുത്ത് ഹല്ലേലൂയ ആ ഒരു പഠിക്കാനും കർത്താവിനെ കുറിച്ച് കേൾക്കാനും എല്ലാം ഒരു സമയം. ഈ സമയത്തിന് ശേഷം എന്റെ ഫ്രണ്ട് ആയിരിക്കാൻ വേറെ വിജയകുമാർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, അദ്ദേഹത്തെ കൊണ്ട് സ്നാനപ്പെടുത്താമെന്ന് ഞാൻ തീരുമാനിച്ചു. സംസാരിച്ചു, ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ സ്നാനപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരാഴ്ച മുമ്പാണ് ഈ ഡി ജോണിസ് എന്ന് പറയുന്ന അച്ഛനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അച്ഛൻ സ്നാനപ്പെട്ടു മറ്റൊരു ഹല്ലേലൂയ സ്ഥലത്തായിരുന്നു, കിടങ്ങന്നൂരായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഇത് ആഗ്രഹം പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അടുത്ത് ഓടി വന്നു. അപ്പൊ ഞങ്ങൾ ടീമായിട്ട് വരാം, നമുക്ക് അന്ത സ്നാന ശുശ്രൂഷയൊക്കെ സജീവമായി അനുഗ്രഹമായി നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം അന്ന് വർക്ക് ചെയ്ത അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന, ഇന്നും പ്രവർത്തിക്കുന്ന ഇൻഫ്യൂഷൻ ഔട്ട്റീച്ച് മിനിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ആ സംഘടനയിൽ ഉണ്ടായിരുന്ന, മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന 10-15 പേര് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ വീട്ടിലേക്ക് ഹല്ലേലൂയ വരുവാൻ ഇടയായി തീർന്നു. ആ വീട്ടിൽ വന്ന് 3 ദിവസം താമസിച്ച് ഫാസ്റ്റിംഗ് പ്രയർ നടത്തി. നല്ല മഴയായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ജൂലൈ മാസം 29-ാം തീയതി തന്നെ തീരുമാനിച്ചു. അന്ന് തീരുമാനിക്കാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്നാനപ്പെടാൻ തീരുമാനിച്ച് അന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ജൂലൈ മാസം 29-ാം തീയതിയാണ് വിവാഹം. അന്ന് തന്നെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഹല്ലേലൂയ 2010 ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ജൂലൈ മാസം 29-ാം തീയതി ഞാനും എന്റെ കൂടെ ആ സമയത്ത് സ്നാനപ്പെടാൻ കുറച്ച് 3-4 പേര് ഒരുമിച്ച് സ്നാനമേൽക്കുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും നിർണായകമായ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ഹല്ലേലൂയ, അടുത്ത ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഹല്ലേലൂയ, അന്നു മുതൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവം ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ, അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നല്ല, പക്ഷെ കൂടുതൽ ശക്തമായി ഉപയോഗിക്കുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ ആ സ്നാനപ്പെടുന്ന സമയത്ത് ഞങ്ങളുടെ സേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പാസ്റ്ററോട്, അവിടെ ഇരിക്കുന്ന സാറിനോട്, ഞാൻ ഉപദേശിച്ചോട് ഞാൻ പറഞ്ഞു, ഇതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ഞങ്ങൾ സീസലായിരിക്കുമ്പോൾ ചർച്ച, വിശ്വാസ സ്നാനത്തെ കുറിച്ച് ചർച്ച ചെയ്യും. അദ്ദേഹത്തോട്, അദ്ദേഹം അച്ഛനാണ്, ഷാജിയത്ത് എന്നാണ് പറഞ്ഞത്, അച്ഛനോട് ഞങ്ങൾ സംസാരിച്ച് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കുമോ? ഞാൻ പറഞ്ഞു, വളരെ സന്തോഷമോ, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ ഏത് ചർച്ചിലോട്ട് പോകണമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ വീടിനകത്ത് തന്നെ ആരാധന ആരംഭിച്ചു. എല്ലാ സൺഡേയിലും ഹല്ലേലൂയ പ്രാർത്ഥന ഞങ്ങൾ ആരംഭിച്ചു. അപ്പൊ കുറേശ്ശെ ഹല്ലേലൂയ ആൾക്കാര് ഞങ്ങൾ കൂട്ടായ്മയിൽ ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞു. അവർ വന്നു തുടങ്ങി. എന്റെ അളിയനും ഫാമിലിയും സ്നാനപ്പെട്ട് വന്നു. അങ്ങനെ പതുക്കെ ഹല്ലേലൂയ സ്നാനപ്പെട്ട ഓരോരുത്തരായ സഭയിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇതിനെല്ലാം പിന്നിൽ ഹല്ലേലൂയ ഞങ്ങളെ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇൻഫ്യൂഷൻ ഔട്ട്റീച്ച് മിനിസ്ട്രി ഹല്ലേലൂയ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഈ ഇൻഫ്യൂഷൻ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് ചർച്ച് വർക്ക് ഓൾറെഡി ഇല്ല, പക്ഷേ ഞാൻ അവിടെ ഒരു മിഷണറി ആയിട്ട് 2019 ഇന്ന് വരെയും വർക്ക് ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് അതിനിടയ്ക്ക് ഒരു സെമിട്രി ഹല്ലേലൂയ ഞങ്ങൾക്ക് ലഭിച്ചു. അതോടൊപ്പം രണ്ടാമത് ഒരു ചർച്ചിന് സ്ഥലവും ചർച്ച് ഹാള് ലഭിച്ചു. അതോടൊപ്പം തന്നെ ഒരു വലിയൊരു ഒരു ചാരിറ്റബിൾ വർക്കും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നു. സൗജന്യമായിട്ട് തയ്യല് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ നമ്മുടെ ചർച്ചിനോട് അനുബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ VBS ഹല്ലേലൂയ ഒരു പ്രധാന ചിൽഡ്രൻസ് മിനിസ്ട്രി അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചിൽഡ്രൻസ് മിനിസ്ട്രി ഞാൻ ചെയ്യുന്നു. ചിൽഡ്രൻസ് മിനിസ്ട്രി ചെയ്യുന്നത് എപ്പോഴൊക്കെ വെക്കേഷൻ കിട്ടും അപ്പോഴൊക്കെ വെക്കും ഹല്ലേലൂയ ആ പ്രോഗ്രാം. ആ ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ എനിക്ക് നേടിയ ഒരു നേട്ടം കൂടെ ഈ സാക്ഷ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ 2010 ഹല്ലേലൂയ ഞങ്ങൾ VBS നടത്തുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഏരിയകളെല്ലാം ഹിന്ദുക്കളായിരിക്കുന്നവര്, കോളനി താമസിക്കുന്നവരേക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഹല്ലേലൂയ ഒരു സന്ധ്യ സന്തോഷം എന്ന് പറയുന്ന വളരെ ചെറുപ്പമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ 2 പേര് അതിനകത്ത് പ്രധാനപ്പെട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 100-150 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, ആ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ കുറെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഈ സന്ധ്യയും സന്തോഷം എന്ന് പറയുന്നവര് അവർ 2 പേരും എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്റങ്ങളെ എന്നാ വിളിച്ചത്, പാസ്റ്റങ്ങളെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അടി കിട്ടും. ഇന്നലെയും അടി കിട്ടി, VBSന് അടി കിട്ടി. ഒരു പപ്പ മദ്യപിക്കുന്നയാളാ, ആ പപ്പ ഞങ്ങൾ ഉപദ്രവിക്കും, ഞങ്ങൾ ഇന്നലെ ഒളിച്ചിരിക്കുമായിരുന്നു, ഇന്ന് ഞങ്ങൾ VBSന് പോയി അടി കിട്ടും. അതുകൊണ്ട് എന്റെ പപ്പയുടെ മദ്യപാനം മാറാൻ വേണ്ടി
പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങള് ആ കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് കൈ ഉയർത്തി അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഹല്ലേലൂയ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ വന്ന് സന്തോഷത്തോടെ പറഞ്ഞു, ഇന്ന് ഞങ്ങളെ പപ്പ അടിച്ചില്ലെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ഒരുക്കി വിട്ടത് ഞങ്ങളുടെ പപ്പയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ ചുരുക്കമായിട്ട് പറയാണ് ഹല്ലേലൂയ, ആ രണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു. അവർ അന്നു മുതൽ ഇന്ന് വരെയും ഹല്ലേലൂയ EBS അല്ല, അവർ പ്രധാനപ്പെട്ട ടീച്ചർമാരാണ്. രണ്ട് കുഞ്ഞുങ്ങളും ജോലി ചെയ്തുകൊണ്ട് ടീച്ചർമാരാണ്. അത് മാത്രമല്ല, ആ ഉപദ്രവിച്ച പപ്പ മാനസാന്തരപ്പെട്ടിട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അദ്ദേഹം ഇന്നും ആ കുടുംബം ഒരുമിച്ച് തമിഴ്നാട്ടിലെ ഇടയ്ക്കിടയ്ക്ക് സുവിശേഷകരായി മാറി. ആ കോളനി ഉണ്ട്. ആ കോളനി എന്ന് പറഞ്ഞ ഒരു 10-20 ഫാമിലി താമസിക്കുന്ന കോളനിയാണ്. ഞങ്ങൾ EBS ആരംഭിച്ച സമയത്ത് അവിടെ ഹല്ലേലൂയ സ്തോത്രം ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. അത് തിരികെത്തിക്കുന്ന ഇന്ന് നിങ്ങൾ വന്ന് കാണാം, ആ കോളനിയിലെ അമ്പലം തിരികെത്തിക്കാൻ ആളില്ലാതെ ഭൂരിപക്ഷം പേരും രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് അവിടത്തുള്ള ഹല്ലേലൂയ എന്റെ ഉണ്ടായിരിക്കുന്ന 2 സഭകളിലായിട്ട് അവർ ഹല്ലേലൂയ ഇന്ന് ആരാധനയ്ക്ക് കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഹല്ലേലൂയ, ഹല്ലേലൂയ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സത്യത്തിലേക്ക് ഹല്ലേലൂയ നമ്മൾ വരുമ്പോഴാണ് ജീവനിലേക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന. ഹല്ലേലൂയ. ഞാൻ മുഖാന്തരം ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ സത്യമെന്ന ഹല്ലേലൂയ സ്തോത്രം യേശുക്രിസ്തുവിലേക്കായി തീരുമ്പോൾ ഹല്ലേലൂയ സ്നാനപ്പെട്ട് അവനോട് ചേരുന്ന സത്യത്തിൽ നമ്മളായി കഴിയുമ്പോൾ നമ്മിലേക്ക് അവന്റെ ജീവനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്തോഷത്തിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ചെറിയൊരു സഭയുണ്ട്. ഹല്ലേലൂയ. സഭയിൽ ഫോക്കസ് ചെയ്തല്ല ഞാൻ നിങ്ങളുടെ സുവിശേഷം അറിയിക്കുന്നത്. ഇവിടെയുള്ള അടുത്തുള്ള ഏരിയകളിലെല്ലാം എല്ലാ വീടുകളിലും ഹല്ലേലൂയ സുവിശേഷം പറയാനായി കടന്നു പോകും. ഹല്ലേലൂയ. മാർക്കറ്റിൽ പോയാൽ മാർക്കറ്റിലെ കാണുന്നൊരു പരിചയപ്പെട്ട് സുവിശേഷം പറയും. ഇപ്പോഴും എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷം അറിയിക്കുക. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുമ്പോൾ അവർക്ക് ഹല്ലേലൂയ ഭൗതികമായ ഒരു വാഗ്ദാനങ്ങളും ഞങ്ങൾ നൽകാറില്ല. ഹല്ലേലൂയ. നിങ്ങൾ വന്നാൽ അത് തരും ഇത് തരും ഒന്നും പറയണ്ട. ഒറ്റ കാര്യമുള്ളൂ, നിത്യജീവനെ പ്രാപിക്കുകയാണെങ്കിൽ, മരണശേഷം നിങ്ങൾക്ക് നിത്യജീവൻ വേണമെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ തയ്യൽ ക്ലാസ്സിന് 47 പേരോളം ഇപ്പൊ പഠിച്ച് ഇറങ്ങി. അവരുടെ സർട്ടിഫിക്കറ്റ് ഇനിയിപ്പം ചർച്ചിന്റെ സെക്കൻഡ് ഫ്ലോറിന്റെ ഉദ്ഘാടനം നടത്താൻ ആഗ്രഹിക്കുന്നു. ആ സെക്കൻഡ് ഫ്ലോറിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് ഒരു ഗ്രാജുവേഷനെ കൊടുത്തു വിടാമെന്ന് ആഗ്രഹിക്കുന്നു. അതല്ല, അവർക്ക് തയ്യൽ ക്ലാസ് നടത്തുന്നതോടൊപ്പം തന്നെ എല്ലാ മാസവും ഒരു 1 ഡേ അവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് വെക്കും. ഞാൻ പക്കയായിട്ട് യേശുവിനെ കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വപ്രായത്തെ കുറിച്ചും പറയും. നിർബന്ധിക്കത്തില്ല, അവരെ മതപരിവർത്തനമൊന്നുമല്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട്, യേശുവാണെന്ന് അവരെ പഠിപ്പിക്കുന്നു, പറയുന്നു, സാക്ഷ്യം പറയുന്നു. അത് ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി വെളിച്ചമായി നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിവിടെ കുറെ ഹിന്ദുക്കളായിട്ടുള്ളവരും രാഷ്ട്രീയക്കാരൊക്കെ പരിചയക്കാരുണ്ട്. എന്റെ വീട്ടിൽ വന്ന് പലരും രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP-ക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. പ്രാർത്ഥിക്കാനായിട്ട് വരും, സംസാരിക്കും, അവരുമായിട്ട് നല്ല ബന്ധത്തിൽ കടന്നു പോകുന്നു, കർത്താവിന്റെ വേലയിൽ മുതിർന്നു വരുന്നു. ഇപ്പോൾ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ അമ്മ സ്നാനപ്പെടാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതുവരെ പക്ഷെ സ്നാനപ്പെടാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രാർത്ഥന റെഡി ആയിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്. പ്രൈസ് ദി ലോർഡ്. അത് തീർച്ചയായിട്ടും അത് എന്റെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. അത് സങ്കടമാണ്, അമ്മയ്ക്ക് സങ്കടമാണ്. ഇനി ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അനിയനൊക്കെ പപ്പായൊക്കെ CSI ആയതുകൊണ്ട് സഭയുടെ ചില പ്രയാസങ്ങൾക്കുള്ളത് കൊണ്ട് തടസ്സമായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു എന്റെ അമ്മയും എന്റെ പപ്പയും എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും കർത്താവിനോട് ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ എന്റെ സ്വപ്നം അതാണ്, വെറും കൈയോടെ ചെല്ലാനല്ല. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, ഈ ലോകത്തിലെല്ലാം മാറിപ്പോയാലും, ഈ ലോകത്തിൽ എന്തെല്ലാം ഹല്ലേലൂയ നമ്മളെ ത്യജിച്ചു പറഞ്ഞാലും നിത്യജീവനെ പ്രാപിക്കുവാനും അവൻ മുമ്പിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേർവിളി മാത്രം കേൾക്കുവാൻ
ഞാൻ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ഫാമിലി ആയിട്ട് കുടുംബമായിട്ട് ഫുൾ ടൈം കർത്താവിന്റെ വേലയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ നിർബന്ധമൊന്നുമില്ല. കുഞ്ഞുങ്ങൾ കല്ലേറിയ പതുക്കെ പതുക്കെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കല്ലേറിയ മക്കൾ രണ്ടുപേരും എൻ്റെ കൂടെ മിനിസ്ട്രിയിൽ എപ്പോഴും, മൂത്തയാളെ എന്നോട് ഡ്രൈവ് ചെയ്ത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കല്ലേറിയ പ്രൈസ്തലോ. ഇളയ മോനും ഇന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാൻ വളരെ അഭിമാനത്തോടെ ഓർക്കും. ബൈബിള് കല്ലേറി ഓരോ ദിവസം പോലും പെൻഡിങ് വരുത്താതെ വായിക്കുന്നു, ദൈവവചനം വായിക്കുന്നു, സ്ഥിരമായി വായിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇപ്രകാരം ഒരു സാവകാശം, ഒരു സാക്ഷ്യം തരുവാൻ പറയാനുള്ള അവസരം ഒരുക്കിയതിനായി പ്രത്യേകിച്ച് നന്ദി പറയുന്നു. എന്നെ കേട്ട, എനിക്ക് അവസരം നൽകി എല്ലാവരും പ്രത്യേകമായി നന്ദിയും അറിയിക്കുന്നു. ഒരു കാര്യം പറയാനുള്ളൂ, കർത്താവ് വരുവാൻ അടുത്തു. ഹല്ലേലൂയ. കർത്താവ് വരുവാൻ സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് കല്ലേലൂയ, ഇനി അധിക നാളുകളില്ല. ഓടേണ്ടയിടത്തോളം കല്ലേലൂയ ഓടുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ്. ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾക്ക് വാഹനമില്ലാതിരുന്ന സമയത്ത് ഞങ്ങളോട് പലരും ചോദിക്കരുതെന്ന്. ഞങ്ങൾ നടന്നേ പോകാറുള്ളൂ. കാരണം സാമ്പത്തികമില്ലോ, വണ്ടിക്കൂലിയൊന്നും ഇല്ലാത്ത സിറ്റുവേഷൻ, നടന്നേ പോകുള്ളൂ. കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ പല കളിയാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ദൈവത്തിന് ശക്തിയില്ലേ. അപ്പൊ ഞങ്ങൾക്ക് നടക്കുവാനുള്ള പ്രാപ്തി, ആരോഗ്യം കർത്താവ് നൽകിയിട്ടുണ്ട്. ഇനി നടക്കാൻ വയ്യാത്തൊരു നാള് വരുമ്പോ കർത്താവ് ഞങ്ങൾക്ക് വാഹനം നൽകി. അത് അങ്ങനെ തന്നെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഓടിയെത്താൻ പറ്റാത്ത, നടന്നു ചെല്ലാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വർക്ക് ചെയ്തപ്പോൾ കർത്താവ് ഞങ്ങൾക്കൊരു കാർ തന്നു. കർത്താവ് ഇപ്പോൾ ഓർക്കുന്നു, വെറും 3 വർഷം ആകുന്നേ ഉള്ളൂ ആ കാർ എടുത്തിട്ട്. പക്ഷേ ഹല്ലേലൂയ, 1,00,000 കിലോമീറ്ററിനധികം ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തിരിഞ്ഞ് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴും ഒക്കെ ആയിരുന്നു. അതിന് പെട്രോൾ അടിച്ചത് ഹല്ലേലൂയ ഞങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നടത്തിയ ദൈവത്ര വിശ്വസ്തന. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കരുതുന്നവൻ. കർത്താവിന്റെ വേലയ്ക്ക് എന്നെ വിളിച്ചു എങ്കിൽ കല്ലേലൂയ, മുമ്പേ അവന്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഒക്കെയും കല്ലേലൂയ, ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും പട്ടിണി കിടക്കാതെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും ഹല്ലേലൂയ വിശ്വാസത്താൽ തന്നെയാണ് കല്ലേലൂയ. ഞങ്ങൾ മിനിസ്ട്രി ഒന്നും കല്ലേലൂയ, മിനിസ്ട്രി എന്ന് പറയുന്ന സ്ഥിരമായ ശമ്പളം തരുമൊന്നും അല്ല. ഞങ്ങൾ വിശ്വാസത്താൽ മാത്രമാണ് കല്ലേലൂയ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഞങ്ങളുടെ മിനിസ്ട്രി എപ്പോഴും ഞങ്ങളോട് കൂടെയുണ്ട്. അതിനേക്കാളപ്പുറമായി കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ കാരണം, കർത്താവിന് മുമ്പിൽ എന്നെ വിളിച്ച വാക്യം, കർത്താവിന് മുമ്പേ ഒരു രാജ്യം അന്വേഷിപ്പിൻ. ഫസ്റ്റ് ഹല്ലേലൂയ. അത് ചെയ്തപ്പോൾ കർത്താവ് നടത്താൻ വിശ്വസ്തനായ ഒരു ദൈവം. ഹല്ലേലൂയ. തളരാതെ ഓടുവാൻ, രോഗവും പ്രയാസം വന്നപ്പോഴും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ കരുതിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, സകല മഹത്വവും ഉയരത്തിലുള്ള കർത്താവിന് ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഇനിയും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ മുമ്പിലേക്ക് കർത്താവ് നിങ്ങളെ ഹല്ലേലൂയ പ്രൈസ് കൈവിടുന്നവനല്ല. ഹല്ലേലൂയ. നിത്യതയോടെ സൂക്ഷിക്കുന്നവനാണ്. അവിടെ പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളതുകൊണ്ട് പരമവിളിൽ വിരുദ്ധനായി രാത്രിയിലേക്ക് ഓടാൻ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ വാസനും ഈ ടിവിയോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം, ചില അനുഭവങ്ങൾ ഇന്ന് സന്ധ്യാകാലം ശ്രവിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരുവനെ ആകർഷിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സത്യം എന്താണെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന പല മേഖലകളൊക്കെ നാം കേൾക്കുന്നു. കർത്താവിൻ്റെ ദാസനെ യഥാർത്ഥ ദൈവവചനത്തിന് സത്യം തൻ്റെ കുഞ്ഞിലൂടെയാണ് കർത്താവ് പ്രിയപ്പെട്ടവനെ ബോധ്യപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഓരോ മുഖാന്തരങ്ങൾക്കായിട്ടൊക്കെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ആ ഹൈ റേഞ്ചിൻ്റെ മലമടക്കുകളിൽ കർത്താവ് ഉപയോഗിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഹൈ റേഞ്ചിൻ്റെ മേഖലകളിലേക്ക് കടന്നു പോകുവാൻ പലരും മടിക്കുന്നു. കാരണങ്ങൾ പലതാണ്. എങ്കിലും ആ ഹൈ റേഞ്ചിൻ്റെ മടക്കുകളിൽ കർത്താവിന് വേണ്ടി അത് പേടമാനെ പോലെ ഓടുവാനുള്ള ബലം കർത്താവിൻ്റെ ദാസനും ദാസിക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവ് കൊടുക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. പൃഥ്വിയിലൂടെ കേട്ട അനുഭവങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അനുഭവം അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഭൃത്തിനെ അതേ ഹൈറേഞ്ചിൻ്റെ മേഖലകളിൽ കർത്താവ് പിന്നെയും ഉപയോഗിച്ചാട്ടെ. ദാസിക്കായ സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. അവരെ കുടുംബമായി പ്രൈസ് കർത്തൃവേദിയിൽ പിന്നെയും ശോഭിക്കുവാൻ അനേക മുത്തുമണികളെ കർത്താവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുവാൻ ദൈവം തൻ്റെ ദാസനെ കുടുംബമായി സഹായിച്ചാട്ടെ. ഒന്നിച്ചു തന്ന കൂട്ടായ്മയ്ക്കായി നന്ദി. യേശുവിൻ്റെ നാമത്തെ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കുമാറാകണമേ.
ആമേൻ. ആമേൻ.